ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, നമുക്ക് കോട്ടയം വരെ പോകാം. സോ യെസ്, അങ്ങനെ നമ്മൾ കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി തിരിച്ചു. കൂടെ കസിൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ കസിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം ഫസ്റ്റ് ട്രിപ്പാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ദേ പോയി ഇതാ വരാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ പോവുകയാണ്. നമ്മളെ പ്രിയങ്കരനായ അച്ചുകൊണ്ട് ചേട്ടനുണ്ട് ഗൈസ്. നമ്മളെ ന്യൂ ആൻഡ് വൺ ചേട്ടത്തി ഹായ് ഹായ്. ഞങ്ങൾ തിരിച്ചൊരുപാട് സമയം ഇനി എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടി കയറണം. നല്ല വിശപ്പുണ്ട്. തൽക്കാലത്തേക്ക് ചെറിയൊരു വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് തിരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ കോട്ടയത്തേക്ക് പോകുന്നതുകൊണ്ട് വേറൊരു റീസൺ കൂടെ ഉണ്ട്. അവർക്ക് ഒരു വിരുന്ന് കൂടെ ഉണ്ട്. അപ്പം അതും ഇതും ഒരു ട്രിപ്പാവും എന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ തിരിച്ചത്. നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. ആ കാറിലുള്ളത് അച്ചു, ന്യൂലി മാരീഡ് കപ്പിൾസ്, അൽഫി ആൻഡ് റിച്ചു. ഇതൊക്കെ സ്നേഹമില്ലാത്തതുണ്ട് അല്ലേ? സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടി മമ്മിയുടെ ഇരിക്കത്തില്ലേ? സ്നേഹമില്ലേ ഗൈസ്? ഞാൻ പറഞ്ഞു പുതിയ കപ്പിൾസ് ഇവരാണ് കേട്ടോ. അൽഫിയും കൈ പിടിച്ചുകൊണ്ട് ഇണപ്രാവുകളെ പോലെ ഇരിക്കുന്നു. ബാക്കിൽ ഇരിക്കുന്ന കണ്ടോ? ഇതിന് ഇണപ്രാവില്ല ഗൈസ്. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ ഗൈസ്. വേറെ അടുത്ത കാറില് നമ്മളോടൊപ്പം ആരാ ഉള്ളതെന്ന് അറിയുന്നത്? ഇപ്പുറത്തെ സൈഡ് അങ്ങ് ശരി, നമുക്ക് പരിചയപ്പെടാം. കമോ പോണതിനെ പറ്റി രണ്ടു വാക്ക്. വാഗമണ് നല്ല സ്ഥലമല്ലേ, പോയി അടിച്ചു പൊളിച്ച് വരാം. നല്ല എന്തൊരു പറയാ, നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറയണത്. പിന്നെ പെയ് നോക്കാം, ഒന്നീ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഓക്കെ, എവിടെ പോണു? ഞങ്ങൾ യാത്ര തിരിച്ചിട്ട് കുറേ സമയമായി. സോ ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഫ്രഷൊക്കെ ആവാനായിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ അയാൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഇക്ക ഇല്ലാണ്ട് ഫസ്റ്റ് ട്രിപ്പാണ് പോകുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളത് തട്ടുപോഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നല്ല ടയേർഡായി. സോ അതിനുശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 ഒക്കെ ആയി കാണും. ഞങ്ങൾ രാവിലെ എണീച്ച് ചായയൊക്കെ കുടിച്ചിരിക്കാം. സോ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാടെ വീട് അവിടെ ഈരാറ്റുപേട്ടയാണ്. സോ അവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുക എങ്ങോട്ട് പോകണം എന്നൊക്കെ. വേറൊരു വിഷമം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം സുൽത്താൻ സ്കൂളിൽ പോകണം. സോ ലീവ് എടുക്കാനും പറ്റില്ല, എക്സാമാണ്. സോ അങ്ങനെ വിഷമത്തിലിരിക്കുമായിരുന്നു. ഞങ്ങൾ മാത്രം തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുപോലെ കുഞ്ഞായ കുറേ നാൾക്ക് കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞായും കൊച്ചായും ഡോക്ടേഴ്സാണ്. രണ്ടുപേരും ആയുർവേദിക് ഡോക്ടേഴ്സാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് 2 റൂം അവർ എടുത്തിട്ടിട്ടുണ്ട്. സോ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തൊക്കെ. ഇതൊക്കെയാണ് റൂം. ഞങ്ങളിവിടെയാണ് നിന്നതൊക്കെ. കുഞ്ഞ് താമസിക്കുന്ന ഈ ഫ്ലാറ്റിലാണ്. സോ അവിടെ ഒരുപാട് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ ഞാനും അയാനും പിന്നെ അച്ചുവൊക്കെ ആയിട്ട് ഒന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ എന്തെങ്കിലും ഒരു ടോയ്സ് ഞാൻ അയാൻ്റെത് കാറിൽ കീപ്പ് ചെയ്യും. അങ്ങനെ അയാൻ രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കുക അങ്കുവിൻ്റെ കൂടെ. അങ്കു മീൻസ് ഉമ്മയുടെ ബ്രദറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനിൽ നിൽക്കുക. ഹലോ ഗായ്സ്,
നമ്മൾ അങ്ങനെ പാക്കപ്പ് ചെയ്തിരിക്കുന്നു. അതെ, നമ്മൾ പോകാൻ പോവുകയാണ്, റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇനി അടുത്ത് ഫുഡ് അടിക്കും. നമ്മൾ പിന്നെ ഇനി കറങ്ങാനായിട്ട് ഇറങ്ങുമ്പോൾ എവിടേക്കെങ്കിലും പോകണം, കുളിക്കണം, വെള്ളത്തിലെടുത്ത് ഫോട്ടോ ഇടുന്നില്ല. കിടക്കട്ട് ഞാൻ മുഖമൊക്കെ വൃത്തിയാക്കി എടുത്തോ. സോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? തലത്തിന് പോവല്ലേ? ചാടി നോക്കട്ടെ. അയ്യോ ഞാനില്ല, ഞാൻ ഈ ഏരിയയിൽ വന്നിട്ടില്ല. ഇങ്ങോട്ട് പോ. ഹലോ ഗൈസ്, 2 വാക്ക് പറയൂ. ആരാണ് അതെന്റെ അനിയൻ. രണ്ടാമത് ഹലോ ഗൈസ്, പാത്തൂർ എന്തെങ്കിലും പറയുണ്ടോ? പാത്തു പറയൂ. പാത്തു ഈ ഹൈ റേഞ്ച് കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം നിൽക്കാമെന്ന് വിചാരിച്ചു. ഒപ്പമുള്ളത് ചിന്നുമോൾ, ഒപ്പമുള്ളത് ചിന്നുമോൾ, ഫ്രണ്ടിൽ ഇരിക്കുന്നത് പിങ്കിമോൾ, ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്തത് കുഞ്ചുമോൾ. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് എൻ്റെ മമ്മി. മമ്മി മീൻസ് നമ്മുടെ മൂത്ത സഹോദരി. റിച്ചു ആണ് വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ ഇരുന്ന് പറയുമോ, എനിക്ക് ശരിക്കും ഞാൻ വ്ലോഗൊന്നും എടുക്കുന്ന ഒരു ഇതൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ മെമ്മറീസ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ വ്ലോഗൊക്കെ, ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ വ്ലോഗൊക്കെ ആക്കി ഞാൻ ഇടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഡാഡി വന്നു ഗൈസ്. ഡാഡി, കാലാവസ്ഥ എങ്ങനെയുണ്ട് ഡാഡി? സൂപ്പർ ക്ലൈമറ്റ്. 2 വാക്ക് സൂപ്പർ ക്ലൈമറ്റ്. വാഗമനെ പറ്റി 2 വാക്ക്. വാഗമണിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. നമ്മൾ വന്ന സമയം കൊള്ളാതായിരുന്നു. പിന്നെ എൻജോയ്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അങ്ങ് ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് ആണ്. ഓക്കെ സുൽത്താനെ, ഡാൻസ് കളി ഇവിടെ ശരി. അവിടെ എന്തോ ആ പാറക്കല്ലിൽ എന്തോ ഒരു സംഭവം ഇരിപ്പുണ്ട്, പക്ഷെ അതിന് ജീവനുണ്ട്. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാനത് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. ചുക്കാണി ചെയ്യല്ലേ, ചിന്ന ഫ്രൈക്ക് എടുക്കണം. അതെന്തിനാ ചെറുതായിട്ട് കുറച്ചുകൂടാ ആ സൈഡിൽ. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഒരു മാമ ഇങ്ങനെ ഇത് കണക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഞാനൊന്ന് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ്. എന്തോ ഉണ്ട് നോക്കിയാലോ. പിന്നെ പെട്ടെന്ന് തിരിച്ച് പോകണം എന്നുള്ളൊരു വിഷമവും ഉണ്ട് മനസ്സിൽ. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്മളവിടെ അന്ന് സ്റ്റേ ചെയ്തേനെ. പിന്നെ പെട്ടെന്നൊരു വെള്ളത്തിന് ആവശ്യം വന്ന സിറ്റുവേഷൻ എങ്ങനെ വന്നു. അപ്പം പിന്നെ സുൽത്താനെ പറഞ്ഞു വിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങിയതേ വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. തെന്നും തന്നെ ഉണ്ട്, നല്ല തണുത്ത വെള്ളവും അതുപോലെ നല്ല പായലും ഉണ്ട്.
ഫ്രഷ് വെള്ളം അല്ല ഫ്രഷ് വെള്ളം ഒരിക്കൽ വരണ വെള്ളം ഹലോ ഓക്സിജൻ നന്നായിട്ട് വലിച്ചെടുത്തോളൂ. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. കയാക്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. സ്ലൈഡ് തരുമോ? ഇതാണ് നമ്മുടെ കുഞ്ഞാണ് കുറുമ്പിപ്പാത്ത് പെണ്ണ്. ഞങ്ങളങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു പാർക്ക് കണ്ടു. അങ്ങനെ അവിടെ കയറി കയാക്കിങ്ങനെ ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കയാക്കിങ് ചെയ്യാൻ ഒരു ബോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ആൾക്കാർ പോയി വന്നതിന് ശേഷം അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൈമറ്റിനെ പറ്റി ഒരു 2 വാക്ക്. മെനിഞ്ഞാന്ന് ഗോവയിലായിരുന്നു. അവിടെ ചൂടായിരുന്നു. വന്ന വഴിക്ക് മൈസൂരിൽ ഇറങ്ങി. അവിടെയും ചൂടാണ്. വന്ന് പെട്ടു. സൂപ്പറായിരുന്നു. ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടി? ഈ കുട്ടിയെ ഗോവയിൽ നിന്ന് കിട്ടിയത്. ഗോവയിൽ നിന്ന് കിട്ടിയത്. ചെറിയ വിലക്ക് വാങ്ങിച്ചു. ചെറിയ വിലക്ക്. ബാർഗൈനിങ് ഇല്ലായിരുന്നു. ഫിക്സഡ് റേറ്റ്. ഒറ്റ റേറ്റ് പറഞ്ഞു. ഒറ്റ റേറ്റ് ഞാനും പറഞ്ഞു. ബാർഗൈനിങ് ഇല്ല. വാങ്ങിച്ചു. ആ കുട്ടീന് കൊള്ളാം. ഇതിന്റെ കൂടെ വാങ്ങിച്ചതാണോ? ഈ കുട്ടി വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടി. ബൈ 1 get 1 ഫ്രീ. പപ്പായ വിളിക്കുവാണോ? വിളിച്ചേ പപ്പായ വിളിച്ചേ. പപ്പായ വിളിക്ക്. പപ്പായ വിളിക്കണം. ഹലോ വിളിച്ചേ. ഹലോ 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 വിളിച്ചേ. ഹലോ അത് അപ്പുറത്തൂടെ പോയി ഫോൺ. ഇവിടെ എന്താണ് ഒരു കുടുംബശ്രീ നടക്കുന്നത്? ഹലോ പപ്പായാണോ? പപ്പാലോ ഹലോ സൗണ്ട് കേട്ടു. പപ്പ വിളിച്ചാണോ? ഹലോ പപ്പായോ? ഹലോ ഞങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവരും കൂടെ വരുന്നോ ഇല്ലയോ എന്നുള്ളൊരു നോക്കുക. അങ്ങനെ ഹെഡും ടീലും നോക്കിയപ്പോൾ തിരിച്ചു പോകണമെന്ന് തന്നെയാണ് അതും പറഞ്ഞത്. ഗൈസ് ഇവർ കയാക്കിങ്ങിന് പോവുകയാണ് ഗൈസ്. അൽഫി ടാറ്റ. കയാക്കിന് കയറിയ ആൾക്കാരെ നോക്കിയപ്പോൾ ബോട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അവരൊക്കെ. ഈ ബോട്ട് ഇവിടെ ആരും യൂസ് ചെയ്യില്ലാമോ? ഈ ബോട്ട് ആരും യൂസ് ചെയ്യത്തില്ലേ ഇവിടെ? ഇതിപ്പോ തുറന്നതാണോ? ഒരുപാട് നാളായോ? 10 കൊല്ലോ? എന്നിട്ട് ആ ഒരു ബോട്ടേ ഇവിടെ ഉള്ളൂ കയാക്കിങ്ങിന്? എനിക്ക് വന്നിട്ടടിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു 10 വർഷമായെന്ന് പറയുന്നു ഈ ഒരു പാർക്ക് തുറന്നിട്ട്. ഞങ്ങളിതുവരെയും വന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ കയാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ പോയി വന്നിട്ട് വേണം നെക്സ്റ്റ് പാർട്ടിക്ക് പോകാൻ വേണ്ടി. സാധാരണ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്താണ് കയറുന്നത് കയാക്കിങ്ങിന്. പക്ഷെ അത് ക്ലോസ് ചെയ്തു തോന്നുന്നു നമ്മൾ പോയ സമയത്ത്. പക്ഷെ അത് കുറേ ബോട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലീസും കസിൻസൊക്കെ ഒരുമിച്ച് കയറിയിട്ടാണ് കയാക്ക് ചെയ്ത്. ശരിക്കും ഇവിടുത്തെ നല്ല ഹൈറ്റ് ഉണ്ട് വെള്ളത്തിന്റെ താഴ്ച. പക്ഷെ മമ്മിയിൽ പറയാൻ പറ്റത്തില്ലല്ലോ. പിങ്കിക്കുട്ടിയും കുഞ്ചുകുട്ടിയും കൂടെ കയാക്കിങ്ങിന് പോവുകയാണ്. കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടത് അവർക്ക് പോലും അറിയില്ല. കുഞ്ചുകുട്ടി ഇങ്ങോട്ട് പിടിക്കുമ്പോൾ പിങ്കിക്കുട്ടി അങ്ങോട്ട് പിടിക്കും. അങ്ങനെ മൊത്തത്തിൽ കൊളാബറേഷൻ ആയിരിക്കുകയാണ്. നീ എങ്ങനെ ചാർജ് ചെയ്തേ? ഇത് അവളാ നിന്നെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് ഇപ്പോൾ ഫ്ലവർ ഗാർഡനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതിൽ ശരിക്കും കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നല്ല മഞ്ഞുണ്ട്. ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് അതിനല്ല അവള് വീഡിയോ ഇടാ യൂട്യൂബിൽ.
ഞങ്ങളവിടെ അധിക സമയം നിന്നില്ല, നല്ല മഞ്ഞുണ്ടായിരുന്നു. സോ ഞങ്ങൾ തിരിച്ചു. നല്ല വിശപ്പുണ്ട്. സോ ഇനി അടുത്ത് എവിടെയെങ്കിലും ഫുഡ് അടിക്കണം. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് സുൽത്താൻ്റെ ഡാൻസ് പ്രകടനമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇച്ചിരി ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി ചാർജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇന്ന് നൈറ്റ് തിരിച്ചോടി വീട്ടിലെത്തണം. അങ്ങനെ കുഞ്ഞിയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് see you soon with a new video. Until then, bye bye.